ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിനിസ്ട്രിയിലും ഗവൺമെന്റിലും സ്ത്രീ മേധാവിത്വത്തിന്റെ കാലഘട്ടമാകാൻ പോവുകയാണ്. 2015 മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം ഡോക്ടർ പോൾ ദിനകരന് വെളിപ്പെടുത്തിയതനുസരിച്ചുള്ള പ്രവചനമാണിത്. ഇന്ന് ആഫ്രിക്കൻ വനിതകൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, അവരുടെ മാന്യത കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആഫ്രിക്കൻ വനിതകളെ ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവിക ജ്ഞാനം ആഫ്രിക്കൻ വനിതകളുടെ മേൽ വരും. എല്ലായിടത്തും വനിതാ മേധാവികൾ ഉണ്ടാകുന്നത് നിങ്ങൾ കാണും. ആഫ്രിക്കയിൽ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും കൗൺസിൽ ലീഡേഴ്സുമായും വനിതകൾ സ്ഥാനം വഹിക്കുന്നത് നിങ്ങൾ കാണും. ആഫ്രിക്കൻ ജനത ദൈവസ്നേഹത്താലും പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കപ്പെടും. അവർ മക്കളുടെ ഭാവിക്ക് വേണ്ടി പോരാടും. അതെ, ഗവൺമെന്റിലെ പല പദവികളും ഏറ്റെടുക്കാൻ വനിതകൾ മുന്നോട്ട് വരും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഈ വനിതകൾ യുണൈറ്റഡ് നേഷനുമായി സംസാരിക്കും ആൻഡ് ലോകത്തിലെ പല രാജ്യങ്ങളുമായും ചർച്ചകൾ നടത്തും. പിന്നീട് യഹോവയുടെ കണ്ണുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പതിയുന്നത് ഞാൻ കണ്ടു. ഈ പ്രവചനം 2016 ജൂലൈ മാസം റെക്കോർഡ് ചെയ്ത് 2016 ആഗസ്റ്റ് മാസം യേശു വിളിക്കുന്നു എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ചു. വനിതകൾ മേധാവികളായി മാറി ആഫ്രിക്കയെ അതിശ്രേഷ്ഠതയും ഉന്നത നിലവാരവുമുള്ള ഒരു രാജ്യമാക്കി മാറ്റും. കർത്താവിന്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്നതിൽ ആഫ്രിക്ക ഒരു സുപ്രധാന പങ്കുവഹിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട പല വനിതാ മേധാവികളും ഉണ്ടാവും. അവർ തങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെട്ട് ലോകമെങ്ങും മേധാവികളാകാനായി പോരാടും. 35 വർഷക്കാലത്തെ വെള്ളക്കാരുടെ അധീനതയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ നമീബിയയിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി നെറ്റുംബോ സത്യപ്രതിജ്ഞ ചെയ്തു. നെറ്റുംബോ നാൻഡി ഡെയ്റ്റ്വ നമീബിയയുടെ അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവർ നമീബിയയിലെ പ്രഥമ വനിതാ ലീഡറായിരിക്കുന്നു. ശരിയാണ്. ഗവൺമെന്റിലെ ഒട്ടുമിക്ക പദവികളും സ്ത്രീകൾ വഹിക്കുന്ന ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാണ് നമീബിയ. UN ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്ന 4ാമത്തെ ലോക വനിതാ സമ്മേളനത്തിന്റെ 30ാമത്തെ വാർഷികത്തിൽ പ്രസിഡന്റ് നാൻഡി എൻ ഡൈറ്റ്വ ഒരു പരാമർശം നടത്തി. ഇന്ന് നമീബിയയിലെ ഭരണകക്ഷിയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നാഷണൽ അസംബ്ലിയുടെ സ്പീക്കറും സ്വാപ്പോ പാർട്ടിയുടെ സെക്രട്ടറി ജനറലും എല്ലാം വനിതകളാണ്. ക്യാബിനറ്റിലെ പ്രധാന മിനിസ്ട്രീസിലും 57% വനിതകളാണ് പ്രവർത്തിക്കുന്നത്. സാമ്പത്തികം, ആരോഗ്യം, വിദ്യാഭ്യാസം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, വ്യാപാരം എന്നീ തുറകളിലെല്ലാം. പ്രായോഗിക ബന്ധങ്ങളിൽ സമർത്ഥയായ നാൻഡി എൻ ഡൈറ്റ്വ തികച്ചും വിശ്വസ്തയാണ്. നാൻഡി എൻ ഡൈറ്റ്വയ്ക്ക് അബോർഷൻ, LGBTQ+ തുടങ്ങിയ പ്രശ്നങ്ങളിൽ യാഥാസ്ഥിതിക വീക്ഷണങ്ങളുണ്ട്. ബിസിനസ് ഇൻസൈഡ് ആഫ്രിക്ക എന്ന മുഖ്യമായ പാൻ ആഫ്രിക്കൻ ന്യൂസിൽ ആഫ്രിക്കൻ വനിതകൾ പ്രസിഡന്റുമാരായും നാഷണൽ ലീഡേഴ്സുമാരായും ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നതായി കുറിച്ചിരിക്കുന്നു. അനേകം വനിതകൾ ഉയർന്ന പദവിയിലുള്ള നേതാക്കന്മാരായും പ്രസിഡന്റുമാരായും പ്രൈം മിനിസ്റ്റേഴ്സായും സംസ്ഥാനത്തിലെ മേധാവികളുമായൊക്കെ പ്രവർത്തിക്കുന്നതിന് ആഫ്രിക്ക സാക്ഷ്യം വഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വനിതകൾ യുണൈറ്റഡ് നേഷൻസുമായും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും ആഫ്രിക്ക വളരെ പുറകോട്ടാണ് എന്ന് പറഞ്ഞാൽ തെക്കൻ ആഫ്രിക്കയിലെ ചെറിയൊരു രാജ്യമായ വനിതകൾ ഭരിക്കുന്ന നമീബിയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കൂ.